ഹലോ നമസ്കാരം, saiarts ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു മോഷൻ ഗ്രാഫിക്സ് അനിമേഷനാണ്. വളരെ സിമ്പിളായിട്ടൊരു അനിമേഷനാണ്. ഞാൻ ആ പ്ലേബാക്ക് കാണിക്കാം. അതുകൊണ്ട് ഇതേപോലത്തെ ബോളുകൾ എങ്ങനെ അനിമേറ്റ് ചെയ്യാം എന്നാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ഞാൻ സോഫ്റ്റ്വെയറിലേക്ക് കടക്കുന്നു. ഒരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ടൈം ലൈന് വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ന്യൂ സോളിഡ് ലെയർ. ജസ്റ്റ് ഞാനൊരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ. ആൻഡ് രണ്ടാമത് ഈ സോൾ ലെയറിനെ വീണ്ടും എഡിറ്റിൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തതിന് ശേഷം അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആ ലെയർ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എഫക്ട്സിൽ പോയിട്ട് ജനറേറ്റിനകത്ത് ഫില്ല് അപ്ലൈ കൊടുക്കുക. എന്നിട്ട് ഫില്ലിൻ്റെ കളർ ഞാൻ വൈറ്റ് കളറായി കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും ആ ലെയർ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എഫക്ട്സിൽ പോയിട്ട് ട്രാൻസിഷൻ വെനേഷ്യൻ ബ്ലൈൻഡ്സ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം വെനേഷ്യൻ ബ്ലൈൻഡ്സിനകത്ത് ട്രാൻസിഷൻ കോംപ്ലീഷൻ എടുക്കുക. അതിൻ്റെ വാല്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഗ്രിഡ് പോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കണ്ടോ? അതിനുശേഷം അതിൻ്റെ വിഡ്ത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ. അതിനുശേഷം ഡയറക്ഷൻ ഒരു 45 നമ്മൾ കൊടുക്കുന്നു. 45 കൊടുക്കുക. ഓക്കെ. ഞാനിവിടുത്തെ വാല്യൂ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഒരു 74 ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു തൊട്ട് താഴത്തെ വിഡ്ത്ത് ഞാനൊരു 80 ഒക്കെ കൊടുക്കുന്നു. ഓക്കെ. ഈ രണ്ടും ചെയ്തതിന് ശേഷം ഞാൻ ഈ രണ്ട് ലെയറും കൂടെ സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പ്രീ കോമ്പോസ് കൊടുക്കുക. ജസ്റ്റ് ഞാനത് ബാൾ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. അതിന് ശേഷം ഞാൻ ആ പ്രീ കോംബ് ചെയ്ത ലെയറിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. എഫക്ട്സിൽ നമ്മുടെ പെർസ്പെക്റ്റീവിൽ CC സ്പിയർ എടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ബാൾ പോലെ നമുക്ക് ആ എഫക്റ്റ് കിട്ടും. അതിൽ നമുക്ക് റൊട്ടേഷൻ ആദ്യം എടുക്കാം. റൊട്ടേഷൻ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ തിരിച്ച് നോക്കുമ്പോഴത്തേക്ക് ഓക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം. കണ്ടോ? ഈ സൈഡ് എക്സ് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ റേഡിയസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ബോളിൻ്റെ റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് തൊട്ട് താഴെ ലൈറ്റ് ഓപ്ഷനുണ്ട്. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാം നമുക്ക്. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ ഷെയ്ഡിങ്ങിൽ പോയിട്ട് ജസ്റ്റ് ആംബിയൻസ് മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ. ഇനി റൊട്ടേഷൻ Y എന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ. റൊട്ടേറ്റ് ചെയ്ത് ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു കട്ടിങ് ഫീൽ ചെയ്യുന്നുണ്ടോ? ജസ്റ്റ് സൂം ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് കട്ടിങ്. അത് മാറാൻ വേണ്ടി നമുക്ക് ബാൾ ആക്ഷൻ നമ്മുടെ ബാളിൻ്റെ പ്രീകോം ഉണ്ടല്ലോ, ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്കിന് ശേഷം ഈ എഫക്ട്സിൽ പോയിട്ട് നമ്മുടെ 44.9 അപ്ലൈ ചെയ്യാം. അപ്പോൾ കറക്റ്റ് ആ ഒരു കട്ടിങ് മാറി കിട്ടും. കണ്ടോ? ഇനി നമുക്കിവിടെ റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് ആ എല്ലാ പോർഷനും ഒരേപോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം ഒരു സോൾ ലെയർ കൂടെ എടുക്കുക. ജസ്റ്റ് BG എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ. ഏറ്റവും ബാക്കിലായിട്ട് ഇടാം. ഇനി നമുക്ക് ബാളിനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ പെർസ്പെക്റ്റീവിൽ പോയിട്ട് ഡ്രോപ്പ് ഷാഡോ അപ്ലൈ ചെയ്യാം. ഡ്രോപ്പ് ഷാഡോ എടുത്തതിന് ശേഷം അതിൻ്റെ ഡിസ്റ്റൻസ് ഞാൻ കൂടുതൽ കൊടുക്കുന്നു. ഞാനൊരു 80 അപ്ലൈ ചെയ്യുന്നു. 80 അല്ല 40 അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം സോഫ്റ്റ്നെസ് ഒരു 100 കൊടുക്കുന്നു. 100 200. ഓക്കെ. 200 പറ്റത്തില്ല. 500. ഓക്കെ. നല്ല രീതിയിൽ മിക്സായി കിടക്കണം ബാക്കിൽ. നല്ല രീതി. ഇപ്പോൾ നമുക്ക് ആ ഷാഡോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒപ്പോസിറ്റ് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കുറച്ചും കൂടെ ഒക്കെ. ഓക്കെ. നമ്മുടെ CC സ്പിയറിൽ പോയിട്ട് അതിൻ്റെ റേഡിയസ് ഒന്ന് കുറച്ച് കൊടുക്കുക. 100 നോർമൽ കിടക്കുന്ന റേഡിയസിന് കൊടുക്കുക. 200. ഓക്കെ. ഇനി നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതിനകത്ത് അനിമേഷൻ വേണം. അതിനുവേണ്ടി നമുക്കിവിടെ പൊസിഷൻ, നമ്മുടെ ബാളിൻ്റെ പൊസിഷൻ എടുക്കാം. പൊസിഷൻ എടുത്തിട്ട് P പ്രസ് ചെയ്താൽ മതി. പൊസിഷൻ സെലക്ട് ചെയ്തിട്ട് അനിമേഷൻ ആഡ് എക്സ്പ്രഷൻ കൊടുക്കുക. ഞാനവിടെ വിഗിൾ ടൈപ്പ് ചെയ്ത് 0.3,200 എന്ന് പറഞ്ഞു കൊടുത്തു. എനിക്ക് അനിമേഷൻ നടക്കുന്നത് ഇങ്ങനെയാണ് അനിമേഷൻ. ഓക്കെ. ഇനി നമുക്കിവിടെ അനിമേഷൻ കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ Y ആക്സിസ് ഞാൻ അനിമേഷൻ കൊടുക്കുകയാണ്. Y ആൾട്ട് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ടൈം *100 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എനിക്ക് അനിമേഷൻ ഇതേപോലെ നമുക്ക് അനിമേഷൻ കിട്ടും. നമുക്കിനി റൊട്ടേഷൻ X അഡ്ജസ്റ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ ഈ രീതിയിൽ അനിമേഷൻ, Z ആക്സിസ് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ അനിമേഷൻ. കണ്ടോ? നമുക്കിനി ഏത് ടൈപ്പ് വേണമെങ്കിലും അനിമേഷൻ ആയി കഴിഞ്ഞ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള അനിമേഷനാണ് ഇതൊക്കെ. ജസ്റ്റ് ഇനി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം
ഞാൻ എഫക്ട്സിൽ പോയിട്ട് നമ്മുടെ കളർ കറക്ഷനിൽ പോയിട്ട് ടിൻറ്റ് അപ്ലൈ ചെയ്യുക. ടിൻറ്റ് ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് ഇടുക. ഓക്കെ, ഏറ്റവും മുകളിലത്തെ ഏറ്റവും മുകളിലത്തെ എഫക്ട്സ് ആയിട്ട് ഇടുക. ഇട്ടതിന് ശേഷം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, കളറ് മാറ്റി കൊടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള കളർ എന്താണോ ആ കളറ് സെറ്റാക്കി കൊടുക്കുക. ശേഷം ഇവിടെ സ്കെയിലിൽ പോയിട്ട് ജസ്റ്റ് സ്കെയിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ നമുക്ക് കളറുകൾ ഇങ്ങനെ മാറ്റി കൊടുത്ത് ഇങ്ങനെ പോയാൽ മാത്രം മതി. ലെയർ സെലക്ട് ചെയ്ത് കൺട്രോൾ ഡി അടിക്കണം, അല്ലെങ്കിൽ നമുക്കിവിടെ എഫക്ട്സ് അഡീഷണൽ എഫക്ട്സ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യും. ഓക്കെ, ഇഷ്ടമുള്ള കളറൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ പ്ലേ ചെയ്യുമ്പോഴേ നമുക്ക് അനിമേഷൻസ്. അതിനുശേഷം നമുക്കിവിടെ ഈ പറഞ്ഞ CC സ്പിയറിൽ റൊട്ടേഷനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരേപോലെ തന്നെ വേണമെന്നില്ല, പലതിനും പല രീതിയിലുള്ള റൊട്ടേഷൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിൽ 2 ടിൻറ്റ് അപ്ലൈ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അനിമേഷൻസ് പല രീതിയിൽ വർക്ക് ചെയ്യും. കണ്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മോഷൻ ഗ്രാഫിക്സ് അനിമേഷനാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതേപോലെയുള്ള കൊച്ചു ടിപ്പുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.